ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു ഗ്ലാസ് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. ഞാനിവിടെ 1/2 ഗ്ലാസ് തൈരാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടലപ്പരിപ്പാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സവോളയും ക്യാരറ്റുമാണ്. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കേണ്ടത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴന്ന് ഫ്രൈ ആയിട്ട് എടുക്കരുത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടി ഇത് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച റവയുടെ മിക്സ് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ നമുക്ക് കിട്ടേണ്ടത്. അതായത് ഒരുപാട് ലൂസ് ആവാനും പാടില്ല, അതേപോലെ ഒരുപാട് തിക്കാവാനും പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ അതിലെ വെളിച്ചെണ്ണ കൂടി ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതായത് നമ്മൾ മസാല റെഡിയാക്കിയപ്പോൾ അതിലും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈസ്റ്റിന് പകരം നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പലഹാരം തയ്യാറാക്കാം. ഞാനിപ്പോൾ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നത് ഇതേപോലുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഈ ഒരു പാത്രത്തിൽ പുരട്ടിയതിന് ശേഷം നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് വട്ടയപ്പം തയ്യാറാക്കുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലോ ഉണ്ടാക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് നേരം ഇത് ആവി കയറ്റിയെടുക്കണം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ പലഹാരം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. ഇത് കഴിക്കാനായിട്ട് നമുക്ക് കറിയൊന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ടും വളരെ ടേസ്റ്റാണ്. അതേപോലെ ഏത് കറിയുടെ കൂടെയും കഴിക്കാനായിട്ടും വളരെ ടേസ്റ്റ് ആയിരിക്കും. അതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു പലഹാരം ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. അതേപോലെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. ഇത് തയ്യാറാക്കാനായിട്ടും ഒരുപാട് സമയം വേണ്ട. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.